ദിവ്യ, എന്തായാലും AKG സെന്ററിന് മുന്നിൽ ഉയരുന്ന മുദ്രാവാക്യം, തൊണ്ടമുട്ടമാറ് ഉയരുന്ന മുദ്രാവാക്യം, അത് തിരുവനന്തപുരം തലസ്ഥാന നഗരിയെ പൂർണ്ണമായും പ്രകമ്പനം കൊള്ളിക്കുന്നു എന്നുള്ളതാണ്. VSന്റെ പ്രസംഗം പോലെ, VS നടത്തിയ പോരാട്ടം പോലെ, ജീവിതത്തിൽ ഉടനീളം VS കാഴ്ചവെച്ച പോരാട്ട വീര്യം പോലെ, അതിന്റെ സ്നേഹം VSന് അവസാനമായി നൽകാൻ ജനങ്ങൾ പൂർണ്ണമായും ഇങ്ങോട്ട് ഒഴുകിയെത്തുകയാണ്. എന്തായാലും 9 മണിക്ക് അവസാനിപ്പിക്കണം എന്നായിരുന്നു CPM ഈ AKG സെന്ററിന് മുന്നിൽ പൊതുദർശനം നടത്താൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവിടെ ഒന്നും നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ജനപ്രവാഹം എങ്ങനെയാണ്, ഒരു വലിയ ജനസഞ്ചയം AKG സെന്ററിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. 10 മണി കഴിയുന്നു, അപ്പോഴും ഇവിടെ ആളുകൾ ഒഴുകിയെത്തുന്നു. ഇപ്പോഴും യൂണിവേഴ്സിറ്റി കോളേജിന് മുമ്പിലാണ് പോലീസ് ബാരിക്കേഡ് വെച്ച് ആളുകളെ നിയന്ത്രിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ AKG സെന്ററിലേക്ക് കടക്കുന്ന വഴിയിലും കൃത്യമായ അച്ചടക്കത്തോടെ, ചിട്ടയോടെയാണ് ഓരോ ആളുകളെയും കടത്തിവിടുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഇപ്പോഴും അണമുറിയാത്ത പ്രവാഹമായി ജനങ്ങൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് ഈ കാഴ്ച ബോധ്യപ്പെടുത്തുന്നത്. VS കേരളത്തിന് എന്താണ് എന്ന് അക്ഷരാർത്ഥത്തിൽ കാണിച്ചു തരികയാണ് നിലവിൽ ഈ ജനസഞ്ചയം സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരം 3:20 ആണ് VSന്റെ മരണം ലോകം അറിയുന്നത്. ആ സമയത്ത് ഈ നഗരത്തിന്റെ പ്രദേശങ്ങളിൽ മാത്രമുള്ള ആളുകളുടെ ഒഴുക്കാണ് ഇപ്പോൾ കാണുന്നത്. ഇനിയും 2 ദിവസം, നാളെ വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ ആലപ്പുഴയിൽ പൊതുദർശനമുണ്ട്. നാളെ ദർബാർ ഹാളിൽ പൊതുദർശനമുണ്ട്. അവിടെയൊക്കെ എത്രമാത്രം ആളുകൾ VSനെ അവസാന നോക്ക് കാണാൻ ഒഴുകിയെത്തും എന്നതിന്റെ ആളുകളുടെ നീണ്ട നിര അങ്ങ് പാളയവും കടന്ന് അപ്പുറത്തെത്തിയിട്ടുണ്ടോ? തീർച്ചയായും ദിവ്യ, അതുതന്നെയാണ്. യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുന്നിലാണ് പോലീസ് ആളുകളെ നിയന്ത്രിക്കുകയും ഇങ്ങോട്ട് വരിവരിയായി കയറ്റിവിടുകയും ചെയ്യുന്നത്. പക്ഷേ അവിടെയൊന്നും നിൽക്കുന്നതല്ല. നമ്മളിങ്ങോട്ട് വരുന്ന ഘട്ടത്തിലൊക്കെ കണ്ടത് അവിടെ മുതൽ തുടങ്ങുന്ന ക്യൂ ആണ്. പക്ഷേ അതൊന്നുമല്ല, അതിനപ്പുറം ആളുകൾ ഇങ്ങനെ പിന്നെയും എത്തിക്കൊണ്ടിരിക്കുകയാണ്. പഴയ AKG സെന്ററിൽ ഇപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്ന VSന്റെ പ്രവർത്തന മേഖല, പ്രവർത്തന മണ്ഡലമായിരുന്ന ഒരു സ്ഥലമാണ്. അദ്ദേഹം ഒരുപാട് കാലം പ്രവർത്തിച്ച, പാർട്ടി സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗമായി, മുഖ്യമന്ത്രിയായി, പ്രതിപക്ഷ നേതാവായി, പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗമായി ഒക്കെ പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, പ്രിയപ്പെട്ട ഇടത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഇവരുടെയൊക്കെ അവസാന അന്ത്യാഭിവാദ്യം സ്വീകരിക്കാനായി കിടക്കുന്നത്, ചേതനേറ്റ ശരീരമായി കിടക്കുന്നത്. പക്ഷേ സ്ത്രീകളും കുട്ടികളും ഒക്കെയായി പുരുഷാരവും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഈ വഴിയിൽ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് VSന് ഈ കേരളം നൽകുന്ന അന്ത്യാഭിവാദ്യമാണ്. VS എന്താണോ ഈ നാടിന് നൽകിയത് അത് തിരിച്ചു നൽകുന്നു ഈ നാട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഈ നാട് VSന് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3:20 മാത്രമാണ്, വൈകിട്ടാണ് ഈ മരണവിവരം ലോകമറിയുന്നത്. പക്ഷേ അതിനുശേഷം എത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളും കുട്ടികളും വയോധികരും യുവാക്കളും എല്ലാം ചേർന്ന ഒരു വലിയ സമൂഹമാണ് VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്ന ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 15ാമത്തെ വയസ്സിൽ സ്റ്റേറ്റ് കേരള കോൺഗ്രസിന്റെ ഭാഗമായി തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനം പിന്നീട് സോഷ്യലിസ്റ്റ് കോൺഗ്രസിൽ അംഗമായി മാറുന്നു. പിന്നീട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാടുകളുമായി VS അടുപ്പത്തിലാകുന്നു. അതിനുശേഷം പോരാട്ട വീര്യം കുറച്ചുകൂടി കടുക്കുന്നു. അങ്ങനെ തുടർന്ന പാർട്ടി പ്രവർത്തനം അത് വലിയ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കരുത്തുറ്റ അമരക്കാരനായി, കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവായ VSനെ മാറ്റുന്നു. CPM രൂപീകരണത്തിൽ ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തിയായിരുന്നു VS എന്ന് പറയുന്നത്. CPM രൂപീകരിച്ച ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ. ആ നേതാവിനെ CPM പ്രവർത്തകർ മാത്രമല്ല, ഇടതുപക്ഷ പ്രവർത്തകർ മാത്രമല്ല, ഈ കേരളം പൂർണ്ണമായും നെഞ്ചേറ്റുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ 15 വയസ്സൊക്കെ ഇപ്പോൾ പ്രായമായ കുട്ടികൾക്ക് അവർക്കൊരുപക്ഷെ VSനെ പൂർണ്ണമായും അറിയില്ല. കാരണം അവർ വളർന്നു വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുകയായിരുന്നു. പക്ഷേ അതൊന്നുമല്ല VS. അവർക്ക് അറിയാത്ത VS അല്ല, അവരെ VSനെ നേരിട്ട് പരിചയമുള്ള ഒരാളായി അവരും VSന് അവസാനമായി അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തുന്ന കാഴ്ചയാണ് നിലവിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞിരിക്കുന്നു. 9 മണിയോടുകൂടി തന്നെ ഈ AKG സെന്ററിലെ പൊതുദർശനം പൂർത്തിയാക്കാൻ കഴിയും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ, പക്ഷേ പാർട്ടിയുടെ അത്തരം പ്രതീക്ഷകൾ എല്ലാം തെറ്റിച്ചാണ് അണമുറിയാതെ ജനങ്ങൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. കേരളം VSന് നൽകുന്ന സ്നേഹമാണ്, സ്നേഹവായ്പാണ്, അന്ത്യാഭിവാദ്യമാണ്. ഈ കേരളത്തിന് VS എന്താണോ നൽകിയത്, പ്രതിപക്ഷ നേതാവായി, CPM സംസ്ഥാന സെക്രട്ടറിയായി, സെക്രട്ടേറിയറ്റ് അംഗമായി, പോളിറ്റ് ബ്യൂറോ അംഗമായി,
മുഖ്യമന്ത്രിയായി VS കേരളത്തിന് നൽകിയതെന്താണോ അത് ഈ കേരളം തിരിച്ചു കൊടുക്കുന്നു എന്നതാണ് ഈ അണമുറയാത്ത പ്രവാഹം സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ VS കഴിഞ്ഞ 23-ാം തീയതി ആശുപത്രിയിൽ ഹൃദയാഘാതം വന്നാണ് SUT ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ 1 മാസത്തോടടുക്കുന്നു. മരണസമയത്തും മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും ഒരു തരത്തിലും മറ്റ് സമാനതകളില്ലാത്ത പോരാട്ട വീര്യമാണ് VS നടത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ല. മരണത്തോട് പോലും VS പോരടിച്ചത് ആ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെടുകയും അതിനുശേഷം കർഷക പ്രസ്ഥാനത്തിന്റെയും തൊഴിലാളി പ്രസ്ഥാനത്തിന്റെയും ഒക്കെ ഭാഗമായി വലിയ ക്രൂരമായ മർദ്ദനങ്ങളും ഒരുപക്ഷെ VS ഇന്ന് ജീവിച്ചിരിക്കില്ലെന്ന് ഉറപ്പിച്ച് പോലീസ് ചാക്കിൽ കെട്ടിക്കളഞ്ഞ ആളാണ് VS. ആ VS ആണ് ജീവിതത്തിലേക്ക് അസാമാന്യ പ്രതിരോധം തീർത്ത് ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ആ പ്രതിരോധം എന്തായിരുന്നു എന്ന് നാട് പിന്നീട് കണ്ടതാണ്. സമര പോരാട്ടങ്ങളിൽ എല്ലാം VS എന്താണെന്ന് കേരളത്തിന് സാക്ഷ്യപ്പെടുത്തിയതാണ്. ആ സാക്ഷ്യപ്പെടുത്തിയതിന്റെ ഓർമ്മയാണ് ഇപ്പോൾ മലയാളികൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അവസാന യാത്രയയപ്പ് നൽകാൻ ഒഴുകിയെത്തുകയാണ് ജനങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ നാളെ കഴിയുമ്പോൾ എന്താകും ആളുകളുടെ പ്രവാഹം കേരളം കാണാൻ പോകുന്നത് എന്നതിന്റെ ചെറിയ ഉദാഹരണം മാത്രമാണ് ഇവിടെ ഇപ്പോൾ കൂടി നിൽക്കുന്ന ആളുകൾ, ഇപ്പോഴും ഒഴുകിയെത്തുന്ന ആളുകൾ. എന്തായാലും ഇവിടെ നിന്ന് 10:30യോടുകൂടിയെങ്കിലും മൃതദേഹം VSന്റെ വേലിക്കകത്ത് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് നിലവിൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതിന് കഴിയുമോ എന്ന കാര്യം സംശയമാണ്. കാരണം ഇപ്പോഴും അണമുറിയാതെ ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. പാർട്ടി നിർദ്ദേശം വന്നിരിക്കുന്നു എത്രയും പെട്ടെന്ന് പൊതുദർശനം പൂർത്തിയാക്കണമെന്ന്. അതാണ് ആളുകൾ എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഓടി VSനെ അവസാനമായി കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി അനൗൺസ്മെന്റ് വന്നിരിക്കുന്നു, എത്രയും പെട്ടെന്ന് പൊതുദർശനം പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ള അനൗൺസ്മെന്റ് വന്നിരിക്കുന്നു. അതിനനുസരിച്ച് ഈ പാർട്ടി പ്രവർത്തകരും ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകരില്ലാത്തവരും പാർട്ടിയുമായി ബന്ധമില്ലാത്തവരും ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തവരും ഉൾപ്പെടെയുള്ളവർ VS നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായി ഇപ്പോഴും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ, ഇപ്പോഴും ഒരുപാട് സേവനങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നവർ, അവരെല്ലാം ഇപ്പോൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നു. VSന്റെ മൃതദേഹവുമായി അല്പസമയത്തിനകം അദ്ദേഹം അവസാനം അന്ത്യവിശ്രമം കൊണ്ട തിരുവനന്തപുരത്തെ വേലിക്കകത്തെ വീട്ടിലേക്ക് അല്പസമയത്തിനകം അദ്ദേഹം എത്തും. അവിടെയാണ് 2019 മുതൽ അദ്ദേഹം വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിലും പാർട്ടി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന് മകൻ തന്നെ വ്യക്തമാക്കിയതാണ്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. AKG സെന്ററിൽ അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കാലം പ്രവർത്തന മണ്ഡലമായിരുന്ന AKG സെന്റർ, പഴയ AKG സെന്റർ, ഇപ്പോഴത്തെ AKG പഠന ഗവേഷണ കേന്ദ്രം എന്ന ആ ഓഫീസിൽ നിന്ന് അവിടെ വെച്ചിരിക്കുന്ന പൊതുദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ശവ മഞ്ചത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച വീട്ടിലേക്ക് പോകും. അല്പസമയത്തിനകം ആ മൃതദേഹം ഇവിടെ നിന്നെടുക്കും. അപ്പോഴും ഇപ്പോഴും അണമുറിയാത്ത ജനപ്രവാഹമാണ് AKG സെന്ററിലേക്ക് VS കാണാൻ സിന്ദാബാദ് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ പ്രായഭേദമെന്ന ആളുകളെ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തുകയാണ് AKG സെന്ററിലേക്ക്. നാളീ ബൊളീവിയൻ കാടതിൽ നീ പടർത്തി വിപ്ലവച്ചു വന്നൊരഗ്നിജ്വാലകൾ. ഈ പടം നാളീ ബൊളീവിയൻ കാടതിൽ നീ പടർത്തി വിപ്ലവച്ചു വന്നൊരഗ്നിജ്വാലകൾ. ചങ്കുതിർത്ത ചോരയാൽ ചരിത്രമായ തന്നു നീ ചിന്ത തന്നിലലറുന്ന ചക്രവാതമായി. മിഴുനീരണിഞ്ഞു മഴക്കാടൊരു മാത്ര മരണത്തെ വെന്നു നിൻ മിഴികൾ അടയവേ. കാലമാം തിരശീല കയ്യാലൊതുക്കി നീ കരേറി അനശ്വര സത്യനക്ഷത്രമായി. ചങ്കുതിർത്ത ചോരയാൽ ചരിത്രമായന്നു നീ ചിന്തയിൽ അലറുന്ന ചക്രവാതമായി നീ.